കോൺഗ്രസ് ആണെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ചർച്ച തിരിച്ചു വിടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീ രേവന്ത് റെഡ്ഡി വന്നല്ലോ ഇവിടെ. അതിന് അദ്ദേഹം സംസാരിക്കേണ്ടത് എന്തായിരുന്നു? കേരളത്തിൽ നടന്ന വികസനം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ടല്ലോ BJP അല്ലാത്ത ഗവൺമെൻറ്റുകളോട്. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത്. എത്ര തറ ഭാഷയിലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ തന്നെ മുഖ്യമന്ത്രിമാരിൽ വെച്ച് സീനിയർ മുഖ്യമന്ത്രി, സീനിയർ പൊളിറ്റിക്കൽ ലീഡർ, ഒരു ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ എത്ര മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും, വികസന പ്രശ്നങ്ങളിൽ നിന്നും, 10 വർഷത്തെ ഈ ഗവൺമെൻറ് നേട്ടങ്ങളിൽ നിന്നും ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ PROമാർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇത് പറയുന്നത്. അദ്ദേഹമാണെങ്കിൽ തിരിച്ച് CM മുഖ്യമന്ത്രി മറുപടി കൊടുത്ത് ഇതിനേക്കാൾ വലിയ കടുത്ത ഭാഷയിൽ മറുപടി കൊടുക്കേണ്ടതാണ്. കേരളത്തിൽ വന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണെങ്കിൽ അദ്ദേഹം അഴിമതി കേസ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. നേരത്തെ ABVPയുടെ ദേശീയ നേതാവായിരുന്നു. അതിൽ നിന്ന് ചാടി കോൺഗ്രസിൽ വന്നതാണ്. അങ്ങനെ കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും അഴിമതിയുടെയൊക്കെ തന്നെ ചരിത്രമുള്ള അദ്ദേഹമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ എതിരായിട്ടുള്ള, ഞാൻ വീടുകളിലൊക്കെ തന്നെ പോയ അവസരത്തിൽ നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ച, വികസന ചർച്ച, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള സമീപനം, ഇത്തരം കാര്യങ്ങളിലെ ചർച്ച മാറ്റിവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് UDF നടത്തിയിട്ടുള്ളത്.